ആ അച്ഛൻ മാറ്റിയോ കല്യാണപ്പുരേ പോവാൻ? ആണോ? ഇല്ല അച്ഛൻ, ഞാൻ മാറ്റാൻ പോവാ. അമ്മ മാറ്റാൻ തോന്നുന്നു, ഞാൻ പോയി മാറ്റി വരാ. അല്ല നിങ്ങളെങ്ങോട്ടാ പുറപ്പെട്ട് കുത്തിരിക്കുന്നേ? കല്യാണപ്പുരയിലേക്ക് എന്തിനാ ഞങ്ങൾ പോരുന്നേ? ഞങ്ങൾ പോയാ പോരെ? പുറപ്പെട്ട് അങ്ങനെ കുത്തിരിക്കുന്നു. ഒരു പണിക്ക് പോകാൻ പറഞ്ഞാലാവൂല, കല്യാണപ്പുരയിലേക്ക് പോണ്. വെറുതെ അങ്ങനെ തിന്ന് കുത്തിരിക്കാലോ. മോളിപ്പം വരൂ. ഓള് വൃത്തിയാൻ പറഞ്ഞിരിക്കുന്ന അച്ഛനൊന്നും കൂട്ടണ്ട, അമ്പക്ക് പോയാൽ മതിയെന്ന്. നല്ല കോളായിരിക്കും വന്നാല്. ഓക്കെന്താന്നോ? ഓളിപ്പം വന്നാൽ കാണാൻ എന്താന്നുള്ളത്. ഞാൻ പോയി കുപ്പായൊക്കെ മാറ്റിക്കാളി. ഓളിപ്പോൾ വരുമ്പോഴത്തേക്ക് മൂപ്പരങ്ങനെ പുറപ്പെട്ട് കുത്തിരിക്കുന്നു. നിങ്ങൾ ചെന്നാലേ ആൾക്കാരിങ്ങനെ പറയൂ, ഒരു കല്യാണം ഉണ്ടെങ്കിൽ ഏടി എത്തു, ഒരു പണിക്കൊന്നും പോകാൻ മൂപ്പർക്ക് ആവൂലാന്ന്. അത് പറയുന്നത് ഞങ്ങളിങ്ങനെ കേട്ട് കുത്തിരിക്കണം. അതിൽ നല്ല നിങ്ങൾ ഇവിടെ കുത്തിരിക്കുന്നതാ. പോയി മാറ്റിക്കാളി. ഓള് വന്നാലോ കോളായിക്കൂ. എന്താണമ്മേ? മൂപ്പര് പുറപ്പെട്ട് കുത്തിരിക്കുന്നുണ്ടില്ലേ? അച്ഛന് വരണല്ലോ കല്യാണത്തിന്. അതിന് അച്ഛൻ വരുന്നതിനിപ്പോ എന്താ? അച്ഛൻ വരുമൊന്നും വേണ്ട, അഞ്ചു വന്നാപ്പോ നല്ല കോളായിക്കൂ. പിന്നെ ഓക്കെന്താ അച്ഛൻ വരുന്നതിന്? ഒരു പണിക്കും കൂടെ പോകാണ്ട് കല്യാണപ്പുര മുഴുവനും തണ്ടാൻ പോവുക. അഞ്ചു എപ്പോഴും പറയലുണ്ട് അച്ഛൻ ഒരു പണിക്കും പോകില്ല, കല്യാണപ്പുരയിൽ മുഴുവനും പോകുന്നു. എന്ത് സൂക്കേട്? എല്ലാവർക്കും ഉള്ള പോലുള്ള സൂക്കേടല്ലേ? പ്രഷറും ഷുഗറും ഒക്കെ എല്ലാവർക്കും ഉണ്ടാ സൂക്കേട്. അച്ഛനായിട്ടുള്ളതാ? അച്ഛൻ ഇപ്പോഴല്ലേ അമ്മ പണിക്ക് പോകാണ്ട് നിൽക്കുന്ന? അച്ഛൻ ആയ കാലത്ത് എല്ലാം പണിക്ക് പോയി നാട് മുഴുവനും പോകണുണ്ടല്ലോ എല്ലാ കല്യാണപ്പുരയിലൊക്കെ. അതിനൊക്കെ അച്ഛന് കഴിയൂലേ? വീട്ടിൽ കുത്തുന്ന ഒരു മുഷിയൂല, അതുകൊണ്ടല്ലേ അച്ഛനൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന. അതിന് അമ്മക്ക് എന്താ? ഞാൻ അച്ഛന്റെ വാകേ പറയുള്ളൂ. അമ്മയും അഞ്ചും കണക്കാണല്ലോ. അച്ഛനൊരു സ്വൈര്യ സമാധാനങ്ങൾ ഇവിടെ കൊടുക്കലുണ്ടോ? നിങ്ങൾ രണ്ടാളും കച്ചറ കൂടണ്ട, ഞാൻ പോരുന്നില്ല. അച്ഛൻ വരുന്നില്ല, ഞാനും വരുന്നില്ല. അമ്മയും അഞ്ചും കൂടി അങ്ങ് പോയിക്കോ. എന്നാലും വേണ്ടിയില്ല, അച്ഛൻ വരണ്ട. നിങ്ങൾ രണ്ടാളും ഇവിടെ കുത്തിട്ടോ, ഞങ്ങൾ രണ്ടാളും പോയിക്കോളൂ. അതാ നല്ലത്. അതാ നല്ലത്. ഞാൻ പോയി മാറ്റട്ടെ. അഞ്ചു വരുന്ന അമ്മ മാറ്റിയോ? അല്ല അച്ഛൻ അങ്ങോട്ടാ പുറപ്പെട്ടിരിക്കുന്നത്? അച്ഛൻ കല്യാണത്തിന് പോകാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുന്നു. എന്നോട് ചീത്തേക്കും പറഞ്ഞാൽ കൊണ്ട് വേഗം പോയി മാറ്റാൻ പോവുക. അച്ഛൻ എന്താ പറഞ്ഞാ മനസ്സിലാവൂലേ? പണിക്ക് പോകാൻ അച്ഛനാവൂലേ അല്ലേ? അല്ല കല്യാണത്തിന് മുഴുവൻ പോവാ, വെറുതെ ആളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ. അതിന് അഞ്ചോ ഞാൻ പോരുന്നില്ല, ഞങ്ങളങ്ങ് പോയിക്കോളി. അതന്നെയാ ഞാൻ പറഞ്ഞത്. മീനു മാറ്റിയമ്മേ? ഓളും പോരുന്നില്ല, അല്ല അച്ഛൻ ഇല്ലാത്തതിനെ കൊണ്ട്. ഓള് പോരണ്ടാന്നാല് നമുക്ക് അങ്ങ് പോവാ. ഞാൻ അവിടെ ഇരിക്കുന്ന, ഞാൻ മുടി ഒന്ന് കേട്ടട്ടെ. അച്ഛാ, ഓല് പോയോ കല്യാണപ്പുരയിലേക്ക്? ഓല് പോയോ മോളെ? കുറച്ചേരായി. അച്ഛൻ എന്താ പറിക്കുന്നത്? ലേശം കഞ്ഞി കൂർക്കലിൻ്റെ ഇല പറിക്കുകയും ജലദോഷം കഫക്കെട്ടൊക്കെ ആയിട്ട്. ഞാനത് ഇതാക്കി തരാം. ഇത് പീഞ്ഞ് കുടിക്കാനല്ലേ? ഞാൻ പീഞ്ഞ് തരാം, അച്ഛൻ അങ്ങോട്ട് വന്നോളി. അച്ഛാ, ഞാനത് ആവിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, പാവും. ഞാൻ എടുത്തരാം കേട്ടോ. അച്ഛാ, ഓല അങ്ങനെയൊക്കെ പറഞ്ഞ നിങ്ങൾക്ക് വിഷമായോ? സാരല്ല, കേട്ട് ശീലമായതാണ്. അച്ഛാ, ഓലോട് എത്ര പറഞ്ഞാലും മനസ്സിലാവൂല. അച്ഛനാവുന്ന കാലത്ത് എല്ലാം ചെയ്തില്ലേ? അമ്മയ്ക്ക് അതൊന്നും ഓർമ്മയില്ല. ഒന്നും പ്രശ്നമാക്കണ്ട മോളെ. അതാ മോളെ പറയുന്നത്, നയിക്കാൻ കഴിയാത്ത കാലത്ത് നായിൻ്റെ വിലയാണ്. അച്ഛൻ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട അച്ഛാ, അത് ഓൾക്ക് പറഞ്ഞാൽ മനസ്സിലാവായിട്ടാ. അച്ഛൻ അങ്ങനെ പണിക്ക് പോകാത്ത ഒരാളൊന്നും അല്ലേല്ലോ. പണ്ട് കാലത്ത് അച്ഛൻ വെറുതെ ഇരുന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും? എല്ലാം കിട്ടുന്ന പണിക്ക് അച്ഛൻ പോവല്ലായിരുന്നോ? അതൊന്നും ഓർക്ക് ഇപ്പോൾ ഓർമ്മയില്ല. ഓളെ കല്യാണം കഴിച്ച പോലെ ഓൾക്ക് ഓർമ്മയില്ല. ഓളിപ്പോൾ വന്നിട്ട് വലിയ വമ്പത്തിലിളക്കി പറയാൻ വന്നിക്കുന്നു. ഓളെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓൾ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കും അച്ഛനെ. മിനു അങ്ങോട്ട് പോയി. മോളെ എവിടെ പോയി? ഈ ലോട്ടറി ഒന്ന് നോക്കാനേന്. അച്ഛാ, അച്ഛനെ വിളിച്ചിനോ? എന്തേ? നല്ലൊരു ലോട്ടറി ടിക്കറ്റ് എടുത്തേന്. അച്ഛൻ ലോട്ടറിക്ക് എടുത്തോ? അച്ഛൻ അന്നേരം ഞാൻ പിടിപ്പിച്ചത്. നോക്കാം മോളെ, നമ്പർ നോക്കും മോളെ. ഞാൻ നോക്കാം. എത്രയാണ്? RS2
1660. അച്ഛാ ഇതിന്റെ അകത്ത് 10 ലക്ഷം ഉണ്ടല്ലോ. ഉണ്ടോ? പിന്നെ ഇന്റെ അച്ഛ നിങ്ങൾ ആരായി പോയി 10 ലക്ഷം ലോട്ടറി അടിച്ചിട്ടുണ്ട്. ഇന്റെ ഭഗവാനെ കോളടിച്ചു മോനെ. എന്താ കൊറേ നേരമായിട്ട് വർത്താനം പറയുന്നത്? അമ്മോ ലോട്ടറി അടിച്ചിരുന്നോ? അച്ഛാ അച്ഛൻ ലക്ഷപ്രഭു ആയല്ലോ. വയ്യ അമ്മേ. പിന്നെ അച്ഛൻ ലോട്ടറി അടിച്ച്. ആ എത്രണ്ട്? അമ്മേ 10 ലക്ഷം അടിച്ച്. 10 ലക്ഷം ഒക്കെ ഉണ്ടോ? പിന്നെ എല്ലാം 10 ലക്ഷം അടിച്ചില്ലേ. ഇനിയിപ്പൊ അച്ഛൻ ആരാ? ലക്ഷപ്രഭു അല്ലേ? ലക്ഷപ്രഭു. രക്ഷപ്രഭു ആയോ? പിന്നെ അല്ല അച്ഛാ നമുക്ക് വേഗം പോയി മാറണ്ടേ. ഞാനൊന്ന് പോയി. എങ്ങോട്ടാ? അഞ്ജുനെ വിളിക്കാൻ പോയിക്കില്ലേ? വേഗം പോയി അഞ്ജുനോട് പറഞ്ഞോ. എന്റെ മോനെ ഇനി ആൾക്കാര് വയ്യില് വന്ന് നിക്കൂലേ. അഞ്ജുവിനെ വിളിച്ച് പറയട്ടെ, അവളോട് ഇപ്പം തന്നെ വരാൻ പറയട്ടെ. അയ്യോ എന്തൊരു വെയിലാണേ. ഇതാരാ വിളിക്കുന്നേ? അമ്മയാണല്ലോ. ഹലോ അഞ്ജു, അഞ്ഞിയാടിയാളേ? ഹലോ, ആ എന്താണ് അമ്മേ? അമ്മേ പോസ്റ്റ് ഓഫീസിൽ പോയി ഇപ്പം അങ്ങോട്ട് എത്തിയിട്ടേ ഉള്ളൂ അമ്മേ. എടി ഇനി ഒന്ന് വേഗം ഇങ്ങോട്ട് വാ. എന്താ അമ്മേ? അമ്മ എന്തിനാ എത്ര തിരക്കിട്ട് വിളിക്കുന്നത്? ആടെ എന്താ? എടി അച്ഛന് ലോട്ടറി അടിച്ചിരിക്കുന്നു. ലോട്ടറിയോ? അച്ഛനോ? അമ്മ അച്ഛൻ ലോട്ടറി എടുക്കലുണ്ടായിനോ? ആടി 10 ലക്ഷം അടിച്ചിരിക്കുന്നു. അമ്മോ 10 ലക്ഷോ? എടി ഇനി വേഗം വന്നോ, അച്ഛനോട് എന്തെങ്കിലും കിട്ടുകയ്ക്കൂ. അമ്മേ അപ്പൊ തന്നെ വരാം. ഏട്ടനൊന്ന് വിളിച്ചു തന്നാട്ടെ കേട്ടോ, ഞാൻ വീട്ടിലേക്ക് പോവാണെന്ന്. ഇനി നേരം വീകാനൊന്നും നിൽക്കണ്ട. അമ്മയമ്മനോട് എന്തെങ്കിലും പറയുക, അച്ഛന് വയ്യാന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് വേഗം പോരി. പൈസ വാങ്ങാൻ മീനോ ഇനി വരണേന്നൊക്കെ പറയുന്ന കേട്ടിരിക്കുന്ന അച്ഛൻ. ഇനിയും കൂടെ വന്നോ, എന്നാലും എന്നെയും കൂടെ കൂട്ടിയയ്ക്കൂ. ആ അങ്ങനെ പൈസ വാങ്ങാൻ ഓള് പോവുക, ഞാനും പോവും. അച്ഛൻ്റെ മോളല്ലേ ഞാനും. ഇനി എപ്പോഴും അച്ഛന് ചീത്ത അറിയുന്നതല്ലേ, വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സോപ്പിട്ട് പറഞ്ഞോളേണ്ടി. അച്ഛന് സോപ്പിടുന്ന കാര്യം ഞാൻ ഏറ്റമ്മേ. ഞാൻ എന്തായാലും ഒന്ന് നിൽക്കാൻ കണക്കാക്കി വരാം അല്ലേ അമ്മേ? ഇന്ന് ഇവിടെ നിൽക്കാം, നാളെ രാവിലെ പോകണ്ടേയല്ലേ പൈസ വാങ്ങാൻ. അച്ഛനോട് എന്തെങ്കിലുമൊക്കെ സോപ്പിട്ട് പറഞ്ഞ് വാങ്ങിക്കോളേണ്ടി. ഞാൻ ഇപ്പം തന്നെ വരാം. ഞാനൊന്ന് ഏട്ടനെ വിളിച്ചാട്ടെ കേട്ടോ. എന്നാൽ അമ്മ വെച്ചോളി. ആയിക്കോട്ടെ, ഇനി വെച്ചോ, വേഗം പോരി ഇട്ടോ. എന്നാൽ ഈശ്വര 10 ലക്ഷം. അച്ഛനെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് കഴിഞ്ഞ ഒരു 8 ലക്ഷം തന്നെ വാങ്ങണം. ഓ ഇത്തിരി വെള്ളം കുടിച്ചിട്ട് വേഗം പോട്ടെ. ഓ 10 ലക്ഷമൊക്കെ അച്ഛന് ലോട്ടറി അടിച്ചാൽ ഈശ്വര ഒരു 5-8 ലക്ഷമൊക്കെ എനിക്ക് തരുമായിരിക്കും. ഓളെ കല്യാണം കഴിയാത്തതിനെ കൊണ്ടേ ഓൾക്ക് എന്തേ ചില്ലറ കൊടുത്താൽ മതിയായിരിക്കും. അച്ഛനെ പോയൊന്ന് സോപ്പ് ഇടട്ടെ. അച്ഛാ അച്ഛൻ ഇവിടെ ഇരിക്കണ്ടായില്ലേ? അച്ഛാ അച്ഛൻ ലോട്ടറി അടിച്ചില്ലേ അച്ഛാ? ആ മോളെ, ഞാൻ ഇന്നലെ പോയപ്പോ തന്നറിഞ്ഞൊന്ന് പിടിപ്പിച്ച ആയിക്കോട്ടെ അച്ഛാ. 10 ലക്ഷം അടിച്ചു മോളെ. ഓ അച്ഛൻ അടിച്ചില്ല ലോട്ടറി. അമ്മ അച്ഛൻ സന്തോഷായോ? സന്തോഷായി മോളെ. എന്തായാലും വേണ്ടില്ല അച്ഛാ. അച്ഛൻ ഇനി ഈ കോലത്തിലൊന്നും നടക്കരുത് കേട്ടോ. നല്ല ഷർട്ടൊക്കെ വാങ്ങണേ, അടിപൊളിയായിട്ട് നടക്കണം നമുക്ക്. പിന്നല്ലേ അച്ഛാ, അടുത്ത ആഴ്ച സുജേഷേട്ടന്റെ പെങ്ങളെ വീട്ടിൽ കൂടല്ല, അച്ഛൻ എന്തായാലും വരണം കേട്ടോ. ഇതെന്താ ഇതുവരെ പറഞ്ഞേ? അത് ഇങ്ങോട്ട് വിട്ടുപോയത് അച്ഛാ. ഞാൻ കല്യാണപ്പുറലൊക്കെ പോകുന്നു, എനിക്ക് കുറച്ചില്ലല്ലേ? അല്ല അത് പിന്നെ അച്ഛൻ ഈ വയസ്സുകാലത്ത് കല്യാണപ്പുരയിലൊക്കെ നടക്കുന്നത് അച്ഛൻ ആ ഒരു ബുദ്ധിമുട്ടല്ലേ വിചാരിച്ചിട്ടല്ലേ. ഇനി ഞങ്ങൾക്ക് പറയുന്നൊക്കെ എനിക്കറിയാം. അച്ഛൻ്റെ ഒരു തമാശ. അല്ല അച്ഛാ, പൈസയൊക്കെ വാങ്ങാൻ പോകുന്ന എപ്പോഴാ? ഞാൻ വരണോ അച്ഛൻ്റെ കൂടെ വാങ്ങാൻ? മീനു ഓരോന്ന് അറിയിക്കണേ. ഓക്ക് ക്ലാസ് ഉള്ളതൊക്കെ അല്ല അച്ഛാ, വെറുതെ ഓളെ ബുദ്ധിമുട്ടിക്കണ. ഞാൻ വരാം. അത് വേണ്ട, ഓള് ലീവാക്കി വരാന്ന് അറിയിക്കണേ. എന്നാ ആയിക്കോട്ടെ. അല്ല അമ്മ എവിടെ പോയി? ഓള് ആത്തുണ്ടെന്ന് തോന്നുന്നു. അച്ഛനെ മുടിയൊക്കെ നല്ലോണം നരച്ചിക്കല്ലേ അച്ഛാ. അമ്മയോ? ഞാൻ ഇപ്പൊ വന്നിട്ടുള്ള അമ്മ. ഇപ്പൊ വന്നപാട് അച്ഛനെ കണ്ട് അന്നപ്പോ ഒന്ന് ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞതാ. അച്ഛൻ ലക്ഷപ്രഭു അല്ലേ കുത്തിരിക്കുന്നേ? ആ അച്ഛൻ എന്താ അമ്മയ്ക്ക് ഈറ ഷർട്ടൊക്കെ ഇട്ടു? ഞാൻ അച്ഛനോട് എപ്പോഴും പറയും ഇങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു, നല്ല ഷർട്ടൊക്കെ വാങ്ങാൻ ഞാൻ പറഞ്ഞു. അല്ല മിനുവിടെ പോയി അമ്മേ? ഓളാത്തുണ്ട്, ഞാൻ ഇപ്പൊ വിളിക്കാം. മീനോ ആ ഓ ഇതാരാ വന്നല്ലോ. അച്ഛന് ലോട്ടറി അടിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛന്റെ മൂത്ത മോള്. ഒന്ന് പോടി. ഞാനല്ല അങ്ങനെയൊന്നും വന്നൊന്നല്ല, ഞാൻ അച്ഛനെ കാണാൻ തോന്നിയപ്പോ ഒന്ന് വന്നതാ. പിന്നെ ഇതുവരെ അച്ഛനെ കാണാൻ തോന്നില്ലല്ലോ. പോടി. പിന്നെ അല്ല അച്ഛാ കണ്ടില്ലേ, അച്ഛൻ ലക്ഷപ്രഭു ആയപ്പോ ആൾക്കാർ വരിക്ക് വന്ന് നിക്കുന്ന കണ്ടില്ലേ. നമുക്ക് ലോട്ടറി മാറാൻ നാളെ പോവല്ലേ?
നാളെ പോകാം മോളെ. ആ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പോയിക്കോളാം അച്ഛൻ്റെ കൂടെ എമ്പോ പോവല്ലേ അച്ഛാ? അയ്യോ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല മോളെ, ഞാൻ അങ്ങ് പോയിക്കോളൂ. എനിക്ക് പോകുന്നതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ പിന്നെ അങ്ങനെ ഇപ്പൊ ആരും ബുദ്ധിമുട്ടുണ്ട്. വേറെ എന്തെങ്കിലും കാര്യത്തിന് ഓളെ വിളിച്ചോള് വരൂലല്ലോ. ഇപ്പൊ എന്താ ഉഷാറ് പാഞ്ഞു വരെ. ഇങ്ങനെ കൊണ്ടുപോയതിനെ കൊണ്ടല്ല എനിക്ക് വരാൻ പറ്റാഞ്ഞേ. ഓ എന്നിട്ട് കൊണ്ടുപോയിട്ട് ഇപ്പൊ പാഞ്ഞു വന്നതോ? അതിപ്പോ എനിക്ക് അച്ഛനെ കാണാൻ തോന്നി. എപ്പോഴും അങ്ങനെ വരാൻ അവിടുന്ന് സമ്മതിക്കോ വീട്ടിൽ നിന്ന്? പിന്നെ അച്ഛനെ കാണാൻ തോന്നി. നീ ഒന്ന് പോടി അവിടുന്ന്. എന്നാ അങ്ങനെയെങ്കിൽ അങ്ങനെ ഈ പോട്. നിങ്ങൾ രണ്ടാളും പോരി, കച്ചറ കൂടണ്ട. എനിക്ക് കുഴപ്പമില്ല ആര് വന്നാലും. എനിക്കും പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇവിടെ നിക്കാം. വിളിച്ചു പറയട്ടെ അല്ലേ ഏട്ടനോട്? അയ്യോ ഇപ്പൊ എന്താ ഉഷാറ്. മറ്റെന്നോട് ഒരു ദിവസം അച്ഛന് വയ്യാത്തപ്പോ ഇവിടെ നിക്കാൻ പറഞ്ഞ എനിക്ക് തീരെ നേരം ഉണ്ടാവില്ലല്ലോ. അയ്യോ ഏട്ടൻ അവിടെ അങ്ങനെ, ഏട്ടൻ ഇവിടെ എങ്ങനെയെന്നൊക്കെയല്ലേ പറയല്. എനിക്ക് എന്താണ് ഇവർക്ക് എന്ത് സ്വഭാവം അമ്മേ? ഇപ്പൊ ഇഞ്ച സ്വഭാവ മോശം. ഇവിടെ വേഗം കെട്ടി ചായ്ക്കണം. ആ പിന്നല്ലേ സുജേഷേട്ടന്റെ പെങ്ങളെ വീട്ടിൽ കൂടലുണ്ട് ഞാൻ പറഞ്ഞില്ലേനോ? ഈ അച്ഛനെയും അമ്മനെയും ഒക്കെ കൂട്ടിയിട്ട് നേരത്തെ വരികയാണ് കേട്ടോ. ഓ ഇപ്പം വീട്ടിൽ കൂടലിനും കല്യാണത്തിനൊക്കെ അച്ഛനെ ക്ഷണിക്കും. കഴിഞ്ഞ ആഴ്ച ഒരു കല്യാണം ഉണ്ടായില്ലോ, അന്നപ്പോ ഇതൊന്നും കണ്ടില്ലേനല്ലോ. ആ ഇപ്പൊ എനിക്ക് അച്ഛനോട് പറയാൻ തോന്നി ഞാൻ വിളിച്ചു. എന്താ പറയാൻ തോന്നിയെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. ആയിക്കോട്ടെ. ആ പെണ്ണ് വെയിലും കൊണ്ട് നടന്നു വന്നതാണ്. ആ ഇത്തിരി വെള്ളം കുടിച്ചോട്ടെ, നിങ്ങൾ ഇങ്ങനെ കച്ചറ കൂടാണ്ട്. വാ അഞ്ചോ ചായ കുടിക്കുക. എന്നാ ഞാൻ ചായ കുടിച്ചിട്ട് വരാം കേട്ടോ. വേഗം പോയി ചായ കുടിച്ചോ. പൊടി കണ്ടില്ല അച്ഛാ, ഒരു വിലയില്ലാത്ത അച്ഛൻ ഇപ്പൊ എന്ത് വിലയാന്ന്. ഇനി അങ്ങോട്ട് അച്ഛന്റെ ടൈം തന്നെയാണ് അച്ഛാ. അച്ഛന്റെ കാലുയ്യാനും കയ്യൊയ്യാനും അച്ഛനെ കല്യാണപ്പുരയെ കൊണ്ടുപോകാനൊക്കെ ഇനി ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്തായാലും നല്ല സമയത്ത് അച്ഛൻ ലോട്ടറി അടിച്ച്. അടിച്ചാണച്ചാ അടിക്കി. അങ്ങനെ അടിപൊളി. അങ്ങനെ രാഘവേട്ടന്റെ സമയം തെളിഞ്ഞു. ഇനി രാഘവേട്ടന് സുഖജീവിതം ആ 10 ലക്ഷം തീരുന്നവരെ. ഇനി രാഘവേട്ടനെ നോക്കാനും കൂടെ കൊണ്ടുപോകാനും അഞ്ജുവും ലളിതചേച്ചിയും കാണിക്കുന്ന ഈ ആത്മാർത്ഥത ആ 10 ലക്ഷം തീരുന്നവരെ കാണുമായിരിക്കും. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ. അടുത്ത വീഡിയോ വരുന്നവരെ സൈനിങ് ഓഫ് മിനോസ് ടോക്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.